ഉള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അവർണ്ണനീയവും അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമുള്ളതുമായ ദൈവത്തിൻ്റെ ആലോചനകളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായി എന്നെ തിരഞ്ഞെടുത്തി അവൻ ഈ തലത്തിൽ നിർത്തിയ എൻ്റെ ആത്മനാഥന് 1000 സ്തുതി പറഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ നമ്മളിരിക്കുന്ന ഈ ഹാളിനകത്ത് ദൈവജനം വളരെ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും തമ്പുരാൻ ജയമെടുത്തതിനായി നമുക്കൊരു സ്തോത്രം പറയാം. ഇന്ന് ഞാൻ ശുശ്രൂഷിച്ച ഇടങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഹാളിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിലസിക്കും. എൻ്റെ കർത്താവ് ഇവിടെ വന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും ഇവിടെ മൗനമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നതായ ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും ഇത്രയും പേർ വന്നതിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളൊന്നും പാഴായി പോകത്തില്ല. കാരണം തമ്പുരാൻ്റെ കയ്യിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഒരു തുരുത്തിയുണ്ട്. 2, ഒരു പുസ്തകമുണ്ട്. എന്തിനാ ഈ തുരുത്തിയെന്നറിയാമോ? നീ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരും ഈ തറയിൽ വീണ് വറ്റിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനെ ശേഖരിക്കപ്പെടുന്ന ഒരു തുരുത്തിയുണ്ട്. ഇന്ന് എൻ്റെ സഹോദര, ഈ ഹാളിൽ കരഞ്ഞ ദൈവജനമേ, ഈ ഹാളിൽ നീ കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ച നിൻ്റെ വിഷയത്തിന്മേൽ അത് താഴോട്ട് വീഴുവാൻ ദൈവം അനുവദിക്കാതെ അതൊരു തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. 2 തീർന്നില്ല. അവൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. നീ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും എഴുതി വെക്കുന്നതായ ഒരു പുസ്തകം. ഇനി അടുത്ത വാക്ക് നിങ്ങൾ എന്നോട് ചേർന്ന് ചിന്തിച്ചാട്ടെ. എൻ്റെ മുഖത്തോട്ട് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നിങ്ങൾ മറന്നാലും മറക്കാത്ത സർവശക്തൻ ആ പുസ്തകത്തിലുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വിടുതലുകൾ ഇന്ന് ഈ ഹാളിന്മേൽ വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിലൂടെയും നമ്മളെ ശ്രവിക്കുന്ന എല്ലാവരുടെയും ഇടയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പരിമഞ്ഞുപോലെ പെയ്തിറങ്ങുന്നു. വചനം ഇവിടെ തീമഴയായി കത്തിയിറങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ വചന കൂടാരത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്ന ദൈവം. ഇനി അടുത്തൊരു ദൂത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടോണമെന്നോ. കൂടാരത്തിനുള്ളിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കൂടാരത്തിന് വെളിയിൽ മന്ന പൊഴിയും. ഒന്നുകൂടെ ആ വാക്ക് ശ്രദ്ധിച്ചോണേ, മറക്കരുത്. ഇതൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചോണേ. നിന്റെ കൂടാരത്തിൽ നീ പ്രാർത്ഥിച്ചാൽ പിറ്റേന്ന് രാവിലെ നിന്റെ കൂടാരത്തിന് വെളിയിൽ മന്ന പൊഴിയും. മറക്കരുത്, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൂടാരത്തിൽ പ്രാർത്ഥന നിന്നതായിപ്പം പ്രശ്നം. കൂടാരത്തിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കൂടാരത്തിന് വെളിയിൽ മന്ന പൊഴിയും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആമുഖ വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാം, എല്ലാവർക്കും പരാതി. എന്താ പരാതി എന്നറിയാമോ? സാറേ, പ്രാർത്ഥനയ്ക്കൊന്നും ആളില്ല. നല്ല നല്ല പ്രാർത്ഥനകൾ വെച്ചാൽ ആളില്ല. മനുഷ്യൻ വരുവാൻ ആഗ്രഹിക്കുന്നില്ല. പലരും വല്ലാത്ത പ്രതിസന്ധിയില്ല. കൺവെൻഷൻ യോഗങ്ങളിലൊന്നും ആളുകൾ വരുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെയൊക്കെ മുട്ടുമാറിയപ്പം നമ്മുടെയൊക്കെ മട്ടുമാറി. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെയൊക്കെ മുട്ടുമാറിയപ്പം നമ്മുടെയൊക്കെ മട്ടുമാറി. നമ്മുടെയൊക്കെ ധനസ്ഥിതി മാറിയപ്പം നമ്മുടെയൊക്കെ മനസ്ഥിതി മാറി. ഒന്നും കൂടെ ആ വാക്ക് ശ്രദ്ധിച്ചോണേ. ജീവിതത്തിൽ മുട്ടുണ്ടായപ്പം നമ്മുടെ അപ്പന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ മുട്ടൊക്കെ മാറിയപ്പം നമ്മുടെ മട്ടും മാറി. അതുകൊണ്ട് ഇന്ന് ഈ സന്ധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പരിലസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പരിഷ്കാരം വർദ്ധിച്ചു, പക്ഷേ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി, സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഈ രാത്രിയിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളും ഇന്ന് കേൾക്കുന്ന വചനം അത് അനുഗ്രഹത്തിന് മുഖാന്തരങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് ട്രെയിൻ യാത്ര. വിമാനയാത്രയും ബസ് യാത്രയും ഒക്കെ കപ്പൽ യാത്രയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു യാത്ര ട്രെയിൻ യാത്രയാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഈ ട്രെയിൻ യാത്ര നമ്മൾ ചെയ്യുമ്പം വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ വേഷം ധരിക്കുന്നവർ, വിവിധ സംസ്കാരമുള്ളവർ, വിവിധ ദേശക്കാർ, ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ഊട്ടി ഉറക്കി കൊണ്ടുപോകുന്ന വാഹനമാണ് എന്തോന്ന് ഈ ട്രെയിൻ.
അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഒരുമിച്ച് ഊട്ടി ഉറക്കി കൊണ്ടുപോകുന്ന വാഹനമാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ട്രെയിനിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ, ഈ ട്രെയിനിൽ നമ്മളിങ്ങനെ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് ഉറങ്ങി ഉണർന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന രണ്ട് കാര്യമുണ്ട്. കർത്താവേ, ഞാനിങ്ങനെ ഉണ്ടുറങ്ങി സന്തോഷത്തോടെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ കാരണം ഈ ട്രെയിനിൻ്റെ അങ്ങേയറ്റത്ത് ഒരു എൻജിൻ റൂമിൽ ഒരു ഡ്രൈവർ, അയാൾ ഉറങ്ങാതെ വാഹനം ഓടിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ മരുഭൂയാത്രയിൽ ഞാനും നിങ്ങളും സന്തോഷത്തോടെ ഉണ്ടുറങ്ങി നടന്നു നീങ്ങി തിരക്കേറിയ വീതിയിലൂടെ വാഹനം ഓടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉറങ്ങാതെ മയങ്ങാതെ കാത്തിരിക്കുന്നത് കൊണ്ടാണെന്നുള്ളത് ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഒരിക്കൽ കൂടി ഞാൻ ഒരു പാടിയും കൂടെ അങ്ങോട്ട് കയറുമ്പോൾ അവൻ ഉറക്കം തൂങ്ങുന്ന പോലുമില്ല. കണ്ടോ, നമ്മുടെ പ്രാണനാഥൻ നമുക്ക് വേണ്ടി ഉറങ്ങാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ഭാര്യമാർ ജോലി ചെയ്യുമ്പോൾ, നമ്മുടെ ഭർത്താക്കന്മാർ വാഹനമോടിക്കുമ്പോൾ, സഹോദരായ എൻ്റെ പ്രാണനാഥൻ അത് പരിപാലിക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുക. രണ്ട് ഇച്ചിരി കൂടെ മനോഹരമാണ്. ഈ ഇങ്ങനെ ഓടുന്ന ഈ കൂറ്റൻ ട്രെയിൻ ഉണ്ടല്ലോ, ആ എഞ്ചിൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ എഞ്ചിൻ ഉണ്ടല്ലോ, ആ എഞ്ചിനെ വലിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വലിയ എഞ്ചിൻ റൂമിൻ്റെ മുകളിൽ നിന്ന് മേലോട്ടൊരു കുഞ്ഞു വയറ് മേലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് മേളിലുള്ള ഒരു കമ്പിയുമായി സദാ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുട്ടിയിരിക്കുക. സ്തോത്രം പറയണം നിങ്ങൾ കേട്ടോ. അതിങ്ങനെ മുട്ടിയിരിക്കുക. അത് അങ്ങോട്ട് വിട്ടു പോയാൽ പിന്നെ ഏത് വലിയ ട്രെയിൻ ആയിരുന്നാലും ഏത് വലിയ എഞ്ചിനായിരുന്നാലും സാറേ വഴി കിടക്കും. ഈ 6 അടി 5 അടി 3 അടി 4 അടി 2 അടി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ചേലകൾ, വാരിപ്പൂശിയിരിക്കുന്ന ചമയങ്ങൾ, ഇതൊക്കെ നടന്നു പോകുന്നതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ പിടുത്തം ആരിലുണ്ടായിരിക്കണം? പറ, കർത്താവിനോടുണ്ടായിരിക്കണം. ആ പിടുത്തം നമുക്ക് കാര്യമുള്ളത് യഹോവയോടാ, തമ്പുരാനോട് മാത്രമേ ഇന്ന് രാത്രി നമുക്ക് കാര്യമുള്ളൂ. അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ പിടുത്തം ഇട്ടുപോയാൽ നമ്മളൊക്കെ വഴി കിടക്കും. എത്ര ബലവാനായിരുന്നാലും എത്ര ജ്ഞാനിയായിരുന്നാലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വഴിയിലായി പോകും. കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന, നമുക്ക് ശക്തി നൽകുന്ന, നമ്മെ മുന്നോട്ട് ഗമിക്കുവാൻ സഹായിക്കുന്ന ഇസ്രായേലിൻ്റെ നാഥൻ അവൻ ഉയരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാർ ഇങ്ങനെ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. അതിൽ 6-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. 6-ാമത്തെ വാക്യം, വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇത് അവനെ പരീക്ഷിപ്പാനത്ര ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താന്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഹൃദ്യമായി എൻ്റെ അപ്പൻ ഇടപെടുന്നുണ്ട്. വേദന ചുമന്നുകൊണ്ടുവന്ന സഹോദര, രോഗം ചുമന്നുകൊണ്ടുവന്ന സഹോദരി, ഇന്ന് രാത്രി നിൻ്റെ രോഗത്തെ തമ്പുരാൻ എടുത്തു മാറ്റുന്നു. ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. ഈ കൂടാരത്തിൽ നീ ഞരങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ കൂടാരത്തിൽ ഒഴുക്കിയ കണ്ണുനീരൊന്നും നഷ്ടമായി പോകാതെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു പ്രാണനാഥനുള്ളതിനായി സ്തോത്രം. ചിലരൊക്കെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് വേദനയോടും വല്ലാതെ പ്രതിസന്ധിയോടെ കടന്നു വന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ചില വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി വല്ലാതെ ഭാരത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന് ഉത്തരം നൽകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ചില ചിന്തകൾ ഇന്ന് രാത്രിയിൽ നമ്മെ ഭരിക്കുന്നുണ്ട്. ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഇടപെടുന്നുണ്ട്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി മറുപടി അയക്കുന്നുണ്ട്.
ചില രോഗികൾക്ക് ഇന്ന് രാത്രി സൗഖ്യം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അഭിഷേകം നിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ വചനകൂടാരത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എല്ലാ ഉള്ളങ്ങളോടും ഇന്ന് രാത്രി ഹൃദ്യമായി സംസാരിക്കും. ആരും മൗനമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ നിൻ്റെ കാര്യം നടത്തിത്തരും. ആമേൻ. ഞാൻ നിൻ്റെ കാര്യം നടത്തിത്തരും. ഞാൻ യഹോവയായ ദൈവമാകുന്നു. കാര്യം മാത്രമല്ല നടത്തി തരുന്നൊരു സങ്കീർത്തനക്കാരൻ ഒരു പടി കയറ്റി പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യം മാത്രമല്ല നിൻ്റെ വ്യവഹാരവും കൂടെ നടത്തിത്തരും. സ്തോത്രം. ശത്രു അടച്ചു വച്ചിരിക്കുന്ന ചില ഫയലുകളെ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ തുറക്കുന്നു. നിൻ്റെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മാതാവേ, നിൻ്റെ മക്കളുടെ കാര്യം ഇന്ന് രാത്രി ശരിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. വചനം ഞാൻ വിഭാഗിക്കുമ്പോൾ, വചനം ഞാനിവിടെ വിഭജിക്കുമ്പോൾ, വചനം ഞാനിവിടെ നുറുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് ആയുധമായി, അനുഗ്രഹമായി, സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി പ്രവഹിക്കുന്നതിനായി നന്ദി കർത്താവേ. ഈ രാത്രി നമ്മൾ വെറുതെ വന്നവരല്ല. ചിലതൊക്കെ പ്രാപിച്ചെടുത്തിട്ടേ പോകത്തുള്ളൂ. ചിലതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം ഇറങ്ങണം. കർത്താവെ, സന്നിധിയിലെ സന്നിധി ബോധത്തോടെ നിർത്തണമേ. വചനത്താൽ ശക്തീകരിക്കണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിലാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവജനമേ, വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ വിചാര വിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരും മുൻവിധിയോടെ ഈ പ്രസംഗത്തെ കാണരുത്. ഇതിൻ്റെ ചില പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എനിക്കറിയാം ഈ പ്രസംഗം, ഈ ഭാഗം ധാരാളം പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ഞാൻ കർത്താവിൽ വല്ലാതെ ശരണപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഈ അത്ഭുതം, നമ്മുടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം എല്ലാ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തുന്ന അത്ഭുതമാണ്. എല്ലാ സുവിശേഷങ്ങളിലും ഈ അത്ഭുതം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അത്രയേറെ പ്രാധാന്യം നൽകിയ ഒരു അത്ഭുതമാണ്. ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ ഭാഗം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ മനനം ചെയ്യുമ്പോൾ, ഈ രാത്രി ഈ വചനം നമ്മളോട് ചിലത് പറയുന്നുണ്ട്, എന്നോട് ചിലത് പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചിലത് ഈ വചനം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കത്തോടും ഒരുമയോടും കൂടെ ഇരിക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ ഒരാഗ്രഹം എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് തമ്പുരാൻ ചെയ്ത അത്ഭുതം വളരെ വലുതാണ്. ഇതിൻ്റെ ഈ വലിയ അത്ഭുതം, ഒരു ചെറിയ സമർപ്പണം വലിയൊരു പുരുഷാരത്തിന് അനുഗ്രഹമായി തീർന്നതാണ് ഈ ഭാഗത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ബാലൻ്റെ സമർപ്പണം, ഇതിൻ്റെ മുടക്ക് മുതൽ, ഈ അത്ഭുതത്തിൻ്റെ മുടക്ക് മുതൽ എത്ര? 5 അപ്പവും പറ, 2 മീനുവാ. എന്നാൽ അതിനപ്പുറമായി ആ മുടക്ക് മുതൽ ചെറുതാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇന്ന് നീ കൊണ്ടുവന്നിരിക്കുന്നത് ചെറുതാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഇനി വലിയൊരു അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാ. നീ കൊണ്ടുവന്നത് ചെറുതാണെങ്കിലും, നീ സമർപ്പിച്ചത് ചെറുതാണെങ്കിലും, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കുമെന്നുള്ളതാണ് ഈ അത്ഭുതം നമ്മളെ എന്നാൽ ഈ സുവിശേഷകർ, 4 സുവിശേഷകരും പറയുമ്പോൾ ഇവിടെ യോഹന്നാൻ മാത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് അത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും അവിടെ എല്ലാ ഈ സുവിശേഷങ്ങളിൽ ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നതായ സമയത്ത് തമ്പുരാൻ പറയുകയാണ്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്, നിങ്ങൾ നോക്കൂ എന്നോട് ചോദിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അടുത്തേക്ക് വരുന്നത്? എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ആ ഒരു വാക്യം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. തമ്പുരാൻ ഇന്ന് രാത്രി ഈ വചനം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത്, ഞാനും നിങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ വചനത്തിലൂടെ ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ. തമ്പുരാൻ ഒരു യാത്ര നടന്നു പോയാൽ, തമ്പുരാൻ വഴിയാത്ര നടന്നു പോയാൽ അതൊരു ഘോഷയാത്രയായി മാറും.
തമ്പുരാൻ യാത്ര ചെയ്തു പോയാൽ അതെന്തായും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അതെന്തായി മാറും? അതൊരു ഘോഷയാത്രയായി മാറും. ഇനി അടുത്ത കേട്ടോ, തമ്പുരാൻ എവിടെങ്കിലും ചെന്നിരുന്നാൽ അതൊരു വചനവേദിയായി മാറും. തമ്പുരാൻ എവിടെങ്കിലും ചെന്നിരുന്നാൽ അതെന്തായി മാറും? അതൊരു വചനവേദിയായി മാറും. നോക്ക്, ഇന്ന് രാത്രിയിൽ ദൈവജനമേ, അതുകൊണ്ട് തമ്പുരാൻ എവിടെ പോയിരുന്നാലും ജനങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി ഇങ്ങനെ പിൻചെറ്റി ചൊല്ലും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് ആ തൻ്റെ ജനത്തിൽ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും പറഞ്ഞ അത്ഭുതം ഒരുമിച്ചാണ് ഇന്ന് രാത്രി ഞാൻ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തമ്പുരാൻ തൻ്റെ അരികിലേക്ക് വരുന്ന പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിയുന്നതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി നമ്മോട് മനസ്സലിയുന്നതായ ഒരു ദൈവമുണ്ട്. നിന്റെ കാര്യം മനസ്സിലാക്കി നിന്നോട് മനസ്സലിഞ്ഞതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളതായ ഒരു ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് ഈ ശുശ്രൂഷ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പം എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം? അതിന് 3-4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ഈ ജനം 3 നാളായി എൻ്റെ കൂടെ ഇരിക്കുക. ഒത്തിരി നാളായി, ഒത്തിരി ദിവസമായി, ഒത്തിരി നേരമായി എൻ്റെ കൂടെ യാത്ര ചെയ്ത് വരികയാണ്. എത്രയോ നാളുകളായി നമ്മളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ പല ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ആവശ്യങ്ങൾ എത്ര നാളായിരുന്നാലും ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നീ കുറേ കാലങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് നീ എന്നോടുകൂടെ അപേക്ഷിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിനൊരു നീക്കുപോക്ക് നൽകുന്ന ഒരു രാത്രിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നിന്റെ ആവശ്യങ്ങൾ എത്രയായിരുന്നാലും, നിന്റെ ആവശ്യങ്ങൾ എത്ര ദിവസങ്ങളായിരുന്നാലും അത് നടത്തി തരുന്നതായ ഒരു ദൈവമാണ്. കുറേ ദിവസങ്ങളായി ഇവരെൻ്റെ കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. 2, ഭക്ഷിപ്പാൻ, അത് മാത്രമല്ല, ഇവർ എൻ്റെ കൂട്ടത്തിൽ കൂടിയത് കൊണ്ട് ഭക്ഷിപ്പാൻ എടുക്കുന്ന കാര്യങ്ങളൊന്നും അവർ എടുത്തിട്ടില്ല. അവർ വെറും കൈയോടെ വന്നവരാണ്. എൻ്റെ 2ാമത്തെ ആ കുഞ്ഞു ധ്യാനം ഞാൻ ഇങ്ങനെ പറയും, വെറും കൈയോടെ വന്നവരാ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിനെ കാണുവാൻ, വചനം കേൾക്കുവാൻ വെറും കൈയോടെ വന്നവർ. എന്നാൽ ഈ ഭാഗം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നൊരു വാക്കിങ്ങനാണ്, തൃപ്തിയായി മടങ്ങിപ്പോയി. ഓ സ്തോത്രം! ഇന്ന് വെറും കൈയോടെ വന്നവരെ തൃപ്തിപ്പെടുത്തുന്നതായ ഒരു ദൈവമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ നീ വന്നെങ്കിലും നിന്നെ മടങ്ങിപ്പോകുമ്പോൾ നിന്നെ നിറച്ചു വിടുന്നതായ ഒരപ്പനാണ് നമ്മുടെ പ്രാണനാഥൻ എന്നുള്ളത് ഇന്ന് രാത്രി നീ മറക്കരുത്. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ നിന്നെ സ്നേഹിക്കുന്നതായ ഒരു ദൈവമാണെന്നുള്ളതാണ്. 3, ഇവർ ദൂരെ നിന്ന് വന്നവരാ. എത്രയോ ദൂരെ നിന്ന് വന്നവരാ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നമ്മൾ എത്രയോ ദൂരത്ത് നിന്ന് വന്നവർ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ നമ്മുടെ കാര്യം നടത്തി തരുമെന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവസാനമായി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇവരെ ഞാൻ ഇങ്ങനെ വിട്ടയച്ചാൽ അവരെന്ത് ചെയ്യും? വഴിയിൽ തളർന്നു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ വന്നത് തിരികെ പോകുമ്പോൾ ദൈവം നിങ്ങളെ തൃപ്തിയോടെ മടക്കി അയക്കും. വഴിയിൽ നീ തളർന്നു വീഴുവാനായിട്ട് ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം നീ തമ്പുരാൻ്റെ സവിധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തൃപ്തിയോടെ ദൈവം തമ്പുരാൻ നിന്നെ മടക്കി അയക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഈ വലിയ ചിന്ത നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോകുക. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. വചനം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, ആളുകൾ ഉത്സാഹത്തോടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് തമ്പുരാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, ഇനി ഇവരെ പറഞ്ഞു വിടണം. പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇനി അവർക്ക് ഫുഡും അക്കോമഡേഷനും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അന്നേരമാണ് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവരുടെ ന്യായമുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവരോട് ഒരു ന്യായമുണ്ട്. 1, നേരം വൈകിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വൈകിപ്പോയെന്ന് നീ പറയുന്ന ഓരോ കാര്യത്തിൻ്റെ മേലും ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കും. എത്ര നാളായെന്നുള്ളതല്ല ദൈവത്തിന് സംഭവമല്ല, എത്ര നാളായിട്ടുള്ളതല്ല. ദൈവത്തിന് ഒന്നും വൈകിയിട്ടില്ല.
ദൈവത്തിൻ്റെതായ സമയത്ത് പ്രവർത്തിക്കുന്നതായ ഒരു പ്രാണനാഥനാണ് നമ്മുടെ കർത്താവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവജനം വിളിച്ചു പറയും, ഓ എൻ്റെ രോഗം പഴകിപ്പോയി, എത്രയോ നാളായി, എത്രയോ നേരങ്ങളായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി എനിക്കിതിൽ നിന്നൊരു വിടുതലുണ്ടാകുമോ എന്ന് ആരെങ്കിലും വിചാരിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സമയം പ്രശ്നമല്ല. അത് മനസ്സിലാക്കിക്കോണം. എൻ്റെ കർത്താവിന് സമയം പ്രശ്നമില്ല. ഏത് വൈകിയാലും, എത്ര കഠിനമായിരുന്നാലും, എത്ര പഴകിയാലും എൻ്റെ പ്രാണനാഥൻ തൊട്ടാൽ അത് സൗഖ്യപ്പെടുന്നതാണ്. ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ പഴകിയ രോഗത്തെയും നടക്കത്തില്ല എന്ന് നീ പറഞ്ഞ കാര്യങ്ങളെയും ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒന്ന്, സമയം ശരിയല്ല. അവർ പറഞ്ഞ ന്യായം അതാ, അത് ശരിയാ. രണ്ടിന് അടുത്ത രസകരമാ, സ്ഥലവും കൊള്ളത്തില്ല. സ്ഥലം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മരുഭൂമിയാ. യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. വരണ്ട് കിടക്കുന്ന മരുഭൂമിയിൽ എങ്ങനെ നടക്കാനാ? ഒന്ന്, സമയം സന്ധിയായി. രണ്ട്, സ്ഥലം ശരിയല്ല. നിന്റെ സ്ഥലവും സമയവും നോക്കിയല്ല ദൈവം നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ. കാരണം ഇസ്രായേൽ ജനത മറന്നുപോയൊരു കാര്യമുണ്ട്. അവരുടെ മരുഭൂയാത്രയിൽ, ആമേൻ, അവരുടെ മരുഭൂയാത്രയിൽ അവർക്ക് മന്നായും കാടപ്പക്ഷിയും പകർന്നു കൊടുത്ത ഇസ്രായേൽ ജനതയായിരിക്കുന്ന ദൈവജനമേ, രണ്ടാം ഇസ്രായേലരായ നമ്മൾ പലപ്പോഴും മടിച്ചു നിൽക്കുന്നു. സമയം ശരിയല്ല, സ്ഥലം ശരിയല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, എൻ്റെ പ്രാണനാഥന്, എൻ്റെ കർത്താവിന് നിന്റെ സമയവും സ്ഥലവും അവന് പ്രശ്നമല്ല. അവന് പ്രവർത്തിക്കുവാൻ സമയം പ്രശ്നമല്ല, സ്ഥലം പ്രശ്നമല്ല. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം അവിടെ പ്രവർത്തിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവജനമേ, അവിടെ എവിടെയായിരുന്നാലും നീ ഇരിക്കുന്ന ഇടത്ത് ദൈവം തമ്പുരാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായ ഒരു ദൈവമാണ്. ഈ രാത്രി നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരുമിച്ചിരിക്കുമ്പോൾ, നീ വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ, നീ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ, ഈ വചനം നിന്നിലേക്ക് പ്രവഹിക്കപ്പെടുമ്പോൾ, നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ ഒരു അനുഗ്രഹം അനുഭവിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ രാത്രി വിശ്വാസത്തോടെ ഇരിക്കുന്നിടത്ത് നിന്നൊരു സ്തോത്രം പറഞ്ഞാൽ എൻ്റെ കർത്താവ് പറയാ, അവിടെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. ഈ വാക്ക് കേട്ടപ്പോൾ ഒരാൾ ഇടപെട്ടു. ആ മനുഷ്യൻ്റെ പേര് ഫിലിപ്പോസ് എന്നാണ്. ഈ ഫിലിപ്പോസ് അടുത്ത് വന്ന ഒരു ബഡ്ജറ്റ് അങ്ങ് അവതരിപ്പിച്ചു. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു പ്രോജക്റ്റ് വന്നാൽ ബഡ്ജറ്റ് അങ്ങ് അവതരിപ്പിക്കും. ബഡ്ജറ്റിന് പഞ്ഞൊന്നുമില്ല, അങ്ങനെ ഒരു അടിപൊളി, അതാ നല്ല സൂപ്പർ ബഡ്ജറ്റാ, കൃത്യമാ. ഒരു ബഡ്ജറ്റ് അടിപൊളിയായിട്ട് തമ്പുരാൻ്റെ മുമ്പിലോട്ട് കൊണ്ടങ്ങ് അവതരിപ്പിച്ചു. കർത്താവ് 200 വെള്ളിക്കാശിന് പണം ഉണ്ടായാൽ വാങ്ങിച്ചാൽ പോലും തികയത്തില്ല. ഒരു കറക്റ്റ് ബഡ്ജറ്റ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. 200 വെള്ളിക്കാശിയുടെ കയ്യിലുണ്ടോ? ഇല്ല. ഇല്ലാത്ത സാധനമായിട്ടാണ് ഈ പുള്ളിക്കാരൻ എന്തോ വന്നിരിക്കുന്നത്? കർത്താവിൻ്റെ സന്നിധി. ബഡ്ജറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഡ്ജറ്റിൽ പണം ഉണ്ടോ? ഇല്ല. ഇന്ന് പലരുടെയും പ്രശ്നം എന്നറിയാമോ? അപ്പം ഞാൻ അതുകൊണ്ട് പറയും, ഈ ഫിലിപ്പോസ് കൊണ്ടുവന്നത് 200 നോയ. 200 ഇല്ലാത്ത കാര്യവുമായിട്ടാണ് തമ്പുരാൻ്റെ അടുത്തോട്ട് ഈ മനുഷ്യൻ വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നവരാ നമ്മൾ. നമ്മുടെ കയ്യിൽ ഉള്ളത് ഉണ്ടോ? ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നിന്റെ കയ്യിൽ ഉള്ളത് എന്താണെന്ന് നീ പറയണം. ഇല്ലാത്ത കാര്യം പറഞ്ഞ് വ്യാകുലപ്പെട്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ. കയ്യിലിരിക്കുന്നതിനെ പറയുന്നില്ല, ഇല്ലാത്ത കാര്യവുമായി കടന്നു വരുന്ന ചില ആളുകളെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ എന്ത് കാര്യം പറഞ്ഞാലും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ ഒഴിവെടുക്കുന്നത്. നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൽ ഇല്ലായ്മയുടെ കാര്യം പറഞ്ഞ് നമ്മൾ വല്ലാതെ പ്രതിസന്ധിയിലാകുമ്പോൾ ഈ രാത്രി തമ്പുരാൻ പറയുക, നിന്റെ കയ്യിൽ ഉള്ളത് എന്താണെന്ന് നീ അത് ആദ്യം കണ്ടുപിടിക്കണം. 200 നോയുമായിട്ടാണ് ഈ ഫിലിപ്പോസ് അടിപൊളി ഒരു ബഡ്ജറ്റുമായി തമ്പുരാൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഒറ്റ അക്ഷരം കർത്താവ് മിണ്ടുന്നില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇല്ലാത്തതിനെ കൊണ്ടുവരുന്നതിൽ ദൈവം തമ്പുരാൻ ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല.
ഈ രാത്രി നിന്റെ കയ്യിലുള്ളതിനെയാണ് ഈ രാത്രിയിൽ കർത്താവിന് ആവശ്യം. ഈ രാത്രിയിൽ നിന്റെ കയ്യിലുള്ളതിനെയാണ് എൻ്റെ കർത്താവിന് ആവശ്യം എന്നുള്ളത് ഈ രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. 200 നോയുമായി വന്ന ഫിലിപ്പോസിനെ കർത്താവ് ആ വാക്ക് കേട്ടിട്ട് ഒറ്റയക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നാൽ അടുത്തൊരാൾ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അന്ത്രയോസ് എന്നാണ്. അയാൾ കൊണ്ടുവന്നത് 5 എസ്സ. ഇയാൾ കൊണ്ടുവന്നത് 5 എസ്സ. കേട്ടോ, ഇവിടെ ഒരു ബാലകനുണ്ട്. ഉണ്ടോ? ഉറക്കപ്പറ. ഉണ്ട്. അവൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്. ഉണ്ടോ? അവൻ്റെ കയ്യിൽ 2 മീനുണ്ട്. ഉണ്ടോ? അവനത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 5 എസ്സുമായിട്ടാണ് ഈ ഫിലിപ്പോസ് അന്ത്രയോസ് അവൻ്റെ അരികിലേക്ക് വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 5 എസ്സുമായിട്ട് നമ്മുടെ അന്ത്രയോസ് അവിടെ വരികയാ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. ഇല്ലാത്തതിനെ ചൊല്ലിയൂടെ നമ്മുടെ പരാതി നിർത്തിയിട്ട് നമുക്കുള്ളതിനെ, ദൈവം നൽകിയതിനെ തമ്പുരാന്റെ കരങ്ങളിലോട്ടൊന്ന് സമർപ്പിച്ചാൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. വല്ല ഉണ്ടോ? നമ്മളോടൊക്കെ ചോദിച്ച അച്ചായ എങ്ങനെ ഉണ്ട്? ഓ, അങ്ങനല്ലേ നമ്മൾ പറയാം. ഓ, അങ്ങനെ അങ്ങ് കഴിയുന്നു. മലയാളിയോട് പ്രത്യേകിച്ച് ചോദിച്ചാൽ എന്തോ ഉണ്ട് അമ്മാമ്മ വിഷം? എനിക്ക് ഈ പ്രദേശത്ത് അങ്ങനെ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓ. എന്നാൽ ഇംഗ്ലീഷുകാരോട് ചോദിക്കും ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ, താങ്ക് യു. പക്ഷെ മലയാളിക്ക് ഒരു തൃപ്തിയില്ല. എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും ഒരു തൃപ്തിയില്ല. എങ്ങനെയുണ്ട്? വല്ല ഉണ്ടോ? ഇന്ന് നമ്മൾ അത് ആ പറച്ചിലങ്ങ് നിർത്തണം. ഇനി എന്തോ ഉണ്ട് വിശേഷം? ദൈവകൃപയാൽ സന്തോഷമായി പോകുന്നു. അങ്ങനെ പറയാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഈ ഇല്ലായ്മ പറഞ്ഞാൽ നമ്മളങ്ങ് പോകുന്നേ. വല്ല ഉണ്ടോ? ഉണ്ടെന്ന്. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോ ഇങ്ങോട്ട് വരുന്നത്. ഉള്ളത് ഞാൻ പറയും. 5 എസ്സുമായിട്ട് അന്ത്രയോസ് വരുന്നത്. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുമ്പോൾ ഏലീസയുടെ അടുക്കൽ ചെന്നിട്ട്, പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ ഞാനൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക. എന്താ പ്രതിസന്ധി? കടബാധ്യത എൻ്റെ കുടുംബത്തിൽ വന്നു കയറി. അത് മാത്രമല്ല, എനിക്ക് ഭാരം, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ മക്കള് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇപ്പോഴെൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പ്രവാചകൻ അവളോട് ചോദിച്ചു, നിന്റെ പക്കൽ എന്ത് ഉണ്ട്? നിന്റെ പക്കൽ എന്തുണ്ട്? വല്ലാത്തൊരു ചോദ്യമോ. എടാ, ബുദ്ധിമുട്ട് പറയാനാ ഇങ്ങോട്ട് വന്നത്. ഇപ്പം പറയുമോ നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, എൻ്റെ പക്കൽ പറ, എൻ്റെ പക്കൽ 1 ഭരണി എണ്ണയുണ്ട്. അടുത്ത വാക്യം വളരെ സുന്ദരമാ. പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അയൽക്കാരുടെ അടുക്കൽ പോയി വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം. എന്തോന്നാ? വായ്പ വാങ്ങണം. അവൾ പോയി. അതിൻ്റെ താഴെ ഒരു ഡയലോഗും കൂടെ പറയുന്നുണ്ടെന്ന് അറിയാമോ? പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഞാൻ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം, ഞാനിപ്പോൾ ഈ പ്രസംഗം എഴുതി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ആ പേന അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് രാത്രികാലം യൂണിയൻ പ്രയറിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ, എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ. എനിക്ക് ഈ സഹോദരി ഒത്തിരി ബഹുമാനമാണ്. എന്താ കാര്യം എന്നറിയാമോ? ഇവളൊരു നല്ല അയൽപക്ക ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ സഹോദരി. അതുകൊണ്ടാണല്ലോ അവൾ എവിടെ പോയത്? പറ. പാത്രം വാങ്ങിക്കാൻ പോയത്. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, റാന്നിക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ പോയ എത്ര പാത്രം കിട്ടും? ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ എണ്ണാൻ നോക്കി. ഞാൻ പോയ എന്തോ കിട്ടും. ഏലിയാമ്മ പ്രയാസമായിരിക്കും. ലൂക്കോച്ചാൻ്റെ വീട്ടിൽ പോയി, അയാളെ ഗേറ്റ് തുറക്കത്തില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാ. ഇന്ന് രാത്രിയിൽ ഈ സൂമിലൂടെ കേൾക്കുന്ന ദൈവജനത്തോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും പോയാൽ എത്ര പാത്രം കിട്ടും? അവിടെ പറയുന്നൊരു കാര്യം, പാത്രങ്ങൾ
കുറയരുത്. എത്രത്തോളം പാത്രങ്ങൾ സമാഹരിക്കാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം പാത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സമാഹരിക്കണം. നല്ല ഒരു ബന്ധം സൂക്ഷിച്ച സഹോദരിയായിരുന്നു ആ സഹോദരി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, ഞാൻ പോയാ എനിക്ക് എത്ര പാത്രം കിട്ടും? എന്നെ വളരെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു ചോദ്യമാ. ഈ രാത്രി നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനാ? നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ എങ്ങനാ? നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനാ? നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് ഈഴയെടുപ്പമുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു പ്രസംഗം ചെയ്തത് മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്നതാണ്. നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിന് ഞാനൊരു പുതിയ വ്യാഖ്യാനം ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. ആ വ്യാഖ്യാനം ഇങ്ങനെയാണ്. എന്താ വ്യാഖ്യാനം എന്നറിയാമോ? ഈ തളർവാദ രോഗി ജന്മനാ തളർന്ന രോഗിയല്ല. ജീവിതത്തിൻ്റെ ഏതോ സമയത്ത് ഏതോ കാലഘട്ടത്തിൽ അവൻ തളർന്നു പോയതാണ്. അവന് തളർവാദ രോഗിയോട് എനിക്ക് ഒത്തിരി ബഹുമാനമാ. എന്താ കാര്യമെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത്, ഇവൻ്റെ സമ്പത്തിൻ്റെ കാലത്ത്, ഇവൻ്റെ സമൃദ്ധിയുടെ കാലത്ത്, ഇവൻ്റെ ആരോഗ്യത്തിൻ്റെ കാലത്ത് ഇവൻ 4 സ്നേഹിതന്മാരെ സമ്പാദിച്ചിരുന്നു എന്നുള്ളതാണ് ഇവൻ്റെ പ്രത്യേകത. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, അതുകൊണ്ടാണ് അവൻ തളർന്നു വീണപ്പോൾ അവനെ എടുക്കാൻ 4 പേര് വന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ വീണു പോയാൽ നിന്നെ എടുക്കാൻ ഒരാളെയെങ്കിലും ഇന്ന് നീ സമ്പാദിച്ചിട്ടുണ്ടോ? ഞാൻ വീണു പോയാൽ എന്നെ എടുക്കാൻ ആര് വരും? ഇവിടെ ഇരിക്കുന്ന അച്ചായൻ പറയും, ഞാൻ ആളിനെ ഏർപ്പെടും. ചുമ്മാതാ അച്ചായ, കോവിഡ് നമ്മളെ പഠിപ്പിച്ചില്ലേ? ആര് വന്ന് നമ്മളെ എടുക്കാൻ? വായുവിലൂടെ കേലിയോ അമ്മാമ എറിഞ്ഞു എന്ന മരുന്നൊക്കെ. ആര് വന്ന് നമ്മളെ എടുക്കാൻ? ഇന്ന് രാത്രിയിൽ 4 സ്നേഹിതന്മാരെ മനുഷ്യൻ സമ്പാദിച്ചിരുന്നു എന്നുള്ളത് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുക. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് പറയട്ടെ, ഞാൻ വീണുപോയാൽ, ഞാൻ താഴെ വീണാൽ എന്നെ എടുക്കാൻ ആരുണ്ടാകും? ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊരു കുഞ്ഞു കഥ പറയാറുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളില്ലേലും ഈ സൂമിലൂടെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ 3 പേരും കൂട്ടുകാരാ. അവർ 3 പേരും കൂടെ എന്ത് ചെയ്യുന്നറിയാമോ? അവർ കടല് കാണാൻ പോയി. വലിയ കൂട്ടുകാരാ. ആരൊക്കെയാ? ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഒരു തക്കാളിയും. 3 കൂടെ കൂട്ടുകാർ കൂട്ടുകൂടി കടല് കാണാൻ പോയി. ഈ ഉരുളക്കിഴങ്ങിനൊരു സ്വഭാവമുണ്ട്, ചെല്ലുന്നിടത്തെല്ലാം കടന്ന് ഉരുളും. അപ്പോഴേ ചേട്ടൻ മറ്റവർ പറഞ്ഞു, എടാ കൂടുതൽ ഉരുളരുത്, ഉരുണ്ടാ കടൽ കൊണ്ടുപോകും. പറഞ്ഞു കേട്ടില്ല, ഒരു തിര വന്ന് ഉരുളക്കിഴങ്ങിനെ കൊണ്ടുപോയി. സവാളയും തക്കാളിയും കൂടെ കരച്ചിലോട് കരച്ചിൽ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രിയപ്പെട്ടവർ കരയാൻ തുടങ്ങി. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വീട്ടിലോട്ട് പോകാം. പോകുന്ന വഴിക്ക് ഒരു ലോറി വന്ന് കയറി തക്കാളി ചമ്മന്തിയായി പോയി. ഈ സവാള കരയാൻ തുടങ്ങി, നിർത്താതെ കരയുക. സവാള കരഞ്ഞെന്നറിയാമോ? സവാളയുടെ കരച്ചിലിനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഉരുളക്കിഴങ്ങ് മരിച്ചപ്പോഴും തക്കാളി മരിച്ചപ്പോഴും കരയാൻ ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മരിച്ചാൽ ആര് കരയും? അവിടെ ഒരു നാൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സവാളയെ നീ കരയണ്ട, നിന്നെ ആര് മുറിക്കുന്നു അവർ കരയും. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി കരയാൻ ഒരാളുണ്ടോ? ഞാൻ ഒരാളെ സമ്പാദിച്ചിട്ടുണ്ടോ? എൻ്റെ സ്നേഹബന്ധം എങ്ങനെയിരിക്കുന്നു? പാട്ടും പ്രാർത്ഥനകളും കയ്യടിയും എല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ ചോദ്യം, നിന്റെ ബന്ധങ്ങൾ ഇന്ന് രാത്രിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിനക്കുള്ളതിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നീ സാധിക്കുമോ? ഇല്ലായ്മയിൽ നിന്നല്ല. ദൈവം തമ്പുരാൻ പറയുക, ഉള്ളതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നതായ ഒരു ദൈവമാണ്. നിന്റെ ചെറിയ കാര്യത്തിന് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കൊണ്ടുവന്ന് സമർപ്പിച്ചാട്ട്. നിന്റെ കൊണ്ടുവരുന്നതിൻ്റെ വലിപ്പമല്ല, നിന്റെ സമർപ്പണമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അതുകൊണ്ടാണ് വിധവയുടെ 2 കാശിന് തമ്പുരാൻ വലിയൊരു വില നൽകിയത്. കർത്താവേ, എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ എനിക്കുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ചാട്ട്. അവിടെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ ഇല്ലാത്ത കാര്യങ്ങളുമായിട്ടല്ല ദൈവസന്നിധിയിലേക്ക് നീ വരേണ്ടത്. മറിച്ച് നിന്റെ ചെറിയ അംശം, ചെറിയ കാര്യം, നിനക്കുള്ളത് ദൈവം നൽകിയതിനെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഇന്ന് രാത്രി നീ സമർപ്പിച്ചാൽ അവിടെ ഒരു വിടുതൽ നടക്കും. 5 എസ്സാണ്. 5 എസ്സുമായിട്ടാണ് അന്ത്രയോസ് അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. അവനത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ
കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അവനെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ട മാത്രയിൽ തമ്പുരാൻ ഒരു ഡയലോഗ് പറഞ്ഞു, ആളുകളെ ഇരുത്തുവിൻ. എന്താണ്? ആളുകളെ ഇരുത്തുവിൻ. ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്ന ദൈവജനമേ, ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതം നടക്കണമെങ്കിൽ, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നിന്റെ ഉള്ളതിനെ കരങ്ങളിലോട്ട്, ദൈവകരങ്ങളിലോട്ട് കൊണ്ടുവരുമ്പോൾ തമ്പുരാൻ പറയുക, ആളുകളെ ഇരുത്തുവിൻ. എങ്ങനെ ഇരുത്താനാ പറഞ്ഞത്? പന്തിയ. അതെന്തിനാ അങ്ങനെ പറഞ്ഞ്? അനുഗ്രഹത്തിനൊരു എന്തോ ഉണ്ട്, ഒരു ഓർഡറുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്കൊരു ക്രമമില്ലാത്തതാ പ്രശ്നം, ഇല്ലേ? എന്തോ ഒരു ക്രമരഹിതമായ. അതുകൊണ്ടാണ് പ്രവാചകൻ വന്ന് പറഞ്ഞത്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. മരിക്കുന്നതിന് മുമ്പേ നീ ഒന്ന് ക്രമപ്പെടണം. വല്ല ക്രമം ഉണ്ടോ ഇന്ന്? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ക്രമം ഉണ്ടോ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ക്രമം ഉണ്ടായിരുന്നു, അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നതും അതനുസരിച്ച് നമ്മുടെ അമ്മച്ചിമാർ ചെയ്യുന്ന ഓരോ ചിട്ടകളുണ്ടായിരുന്നു. ഇന്ന് ആരാ? ഞാൻ ഈ മന്നായുടെ കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. രാത്രിയിൽ കൂടാരത്തിനുള്ളിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ കൂടാരത്തിന് വെളിയിൽ മന്ന പൊഴിയും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേൽക്കുന്നവനെ ഇത് പറക്കാൻ പറ്റും. താമസിച്ച് എഴുന്നേൽക്കുന്നവൻ ഇത് എന്താ കാണത്തില്ല, ഇത് കിട്ടത്തില്ല. രാവിലെ എഴുന്നേൽക്കുന്നവനെ ഇത് ക്രമമാണ്, അല്ലേ? അങ്ങനല്ലേ? ജീവിതത്തിൽ ഒരു ക്രമം വേണം. ഇന്ന് കുടുംബജീവിതങ്ങളിലും ഇന്ന് മറ്റു ജീവിതങ്ങളിലും ക്രമമില്ല. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രമം കെട്ടവരെ പോലെ ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങൾ നടക്കുകയില്ല. ഈ രാത്രി ഒരു ക്രമത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ നമുക്കിവിടെ നോക്കുപോലും ഇവിടുത്തെ ആ ശുശ്രൂഷയ്ക്ക് ഒരു ക്രമമുണ്ട്, അല്ലേ? എന്ത് ക്രമത്തിലാണ്, എന്ത് ചിട്ടയോടാണ് ഇത് പോകുന്നത്? നമ്മുടെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് ഒരു ക്രമമുണ്ട്. അതുകൊണ്ടാണല്ലോ എഴുതി വച്ചിരിക്കുന്ന പരസ്യ ആരാധന ക്രമം. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? കണ്ടോ? എല്ലാത്തിനും ക്രമമുണ്ട്. ക്രമം കെട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ഒരു ക്രമമുണ്ടായിരിക്കണം. ക്രമത്തിൽ ജീവിതം ആരംഭിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് സാധിക്കണം. കുടുംബ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടായിരിക്കണം. ആ ക്രമത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല കുടുംബ ജീവിതങ്ങളും ക്രമമില്ലാതെ പോകുമ്പോൾ ആശ്രയിക്കേണ്ടതായ ഒരാളുണ്ട് എന്നുള്ളത് ഈ രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വിവാഹ ശുശ്രൂഷയുടെ സമയങ്ങളിൽ, വിവാഹത്തിൻ്റെ നാളുകളിലൊക്കെ നമ്മൾ പല ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ വിവാഹ ശുശ്രൂഷയുടെ വാക്കുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. വിവാഹത്തിന് നമ്മൾ പോകിക്കഴിഞ്ഞാൽ വിവാഹത്തിന് പള്ളിക്കകത്തല്ല ആൾ കൂടുതൽ, അല്ല ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനല്ലേ? പള്ളിക്കകത്ത് ആൾ കുറയുകയും ഓഡിറ്റോറിയത്തിൽ ആൾ കൂടുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അവരുടെ പള്ളിയിൽ അവിടുത്തെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നപ്പോൾ അന്നത്തെ ഏവൻഗേലിയൻ വായന വിവാഹത്തെക്കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ് വിവാഹത്തിൻ്റെ ക്രമരഹിതമായ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് വല്ലാതെ പാളിപ്പോവുകയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ മിണ്ടുന്നില്ല. ഉണ്ട്. ഇത് നിങ്ങൾ വാങ്ങിച്ച് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നു, 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതങ്ങ് കേടായിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ച കടയിൽ അങ്ങനല്ലേ പറയുന്നേ? വാങ്ങിച്ച കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. വാങ്ങിച്ച കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഈ അമ്മാമ്മയെ കിട്ടി എവിടുന്നാ? അച്ഛാ, ഈ അമ്മമ്മയെ കിട്ടി എവിടുന്നാന്ന്? എവിടുന്ന് നമ്മളിത് വാങ്ങിച്ചേ? മിണ്ടുന്നില്ല. ദൈവാലയത്തിൽ നിന്നല്ലേ? ദൈവാലയം അങ്ങനല്ലേ? 2 കാരണത്തല്ലയോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? തിരിച്ചു പോയതോ? മിണ്ടുന്നില്ല. ഒറ്റ കാറില്ല, 2 കാറിൽ ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയത് ഒറ്റ കാറില്ല. ഇത് എവിടുന്നാ നമുക്ക് കിട്ടിയത്? ഈ പങ്കാളിയെ, നമ്മുടെ അടുത്തിരിക്കുന്ന പങ്കാളിയെ കിട്ടിയത് ദൈവാലയമാണ്. ദൈവാലയത്തിൽ നിന്നാണ് കൂട്ടിച്ചേർത്ത് തന്നത്. അങ്ങനല്ലേ? മിണ്ടുന്നില്ല. യെസ്, അങ്ങനെ അങ്ങോട്ട് പറ. ദൈവാലയത്തിൽ നിന്നാണ് നമുക്കിതിനെ കിട്ടിയത്. അപ്പം പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളവിടെ കൊണ്ടുവരണം. ദൈവാലയത്തിൽ കൊണ്ടുവരും. കറക്റ്റാ പറഞ്ഞേ. പരിശുദ്ധ മധുബഹായുടെ മുൻപിൽ നിന്ന് നാം സ്വീകരിച്ചതായ നമ്മുടെ പ്രിയപ്പെട്ടവനെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ദൈവാലയത്തിലോട്ട് വരണം. മധുബഹായുടെ മുൻപിൽ നിൽക്കണം.
മനസ്സിലായോ? ആൾത്താരുടെ മുൻപിൽ നിൽക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, റിപ്പയർ ചെയ്ത തരത്തുള്ള റീപ്ലേസ്മെന്റ് ഇല്ല. എന്തോന്നാ ആ റിപ്പയറേ ഉള്ളൂ, എന്തോ ഇല്ല. ആ റീപ്ലേസ് അല്ല, റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ റീപ്ലേസ് ഇല്ല, റിപ്പയർ ചെയ്ത് കൈത്തരും. എന്തോന്നാ? ഒരിക്കൽ കൂടി, റിപ്പയർ ചെയ്ത കൈത്തരത്തുള്ളൂ. നമ്മുടെ ജീവിതങ്ങൾ ക്രമം കെട്ടവരെ പോലെ നമ്മൾ ജീവിക്കുക. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഒറ്റ താക്കോല ഉണ്ടായിരുന്നു, അല്ലേ? അതാരുടെ കയ്യിലായിരുന്നു? അപ്പൻ്റെ കയ്യിൽ. ആ സാറ് പറഞ്ഞ കറക്റ്റാണ്, അപ്പൻ്റെ കയ്യിലാണ്. ഇന്നോ മോനൊരു ചാവി, ജോമോനൊരു ചാവി, ജോമോക്കൊരു ചാവി, അമ്മയ്ക്കൊരു ചാവി, അമ്മൂമ്മയ്ക്കൊരു ചാവി. കാരണം ഈ പുള്ളികളൊക്കെ എപ്പോൾ വരുമെന്ന് ആർക്കും പിടിയില്ലേ, ഏത് സമയത്താണ് വരുന്നതെന്നുള്ളത്. ക്രമം കെട്ട ജീവിതം. അനുഗ്രഹം ലഭിക്കാത്തതിൻ്റെ കാരണം, കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം, നമ്മുടെ ജീവിതം ക്രമരഹിതമായി ഓർഡറില്ലാതെ മാറുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പന്തിയായി ഇരിക്കണം. നിങ്ങൾ പന്തിയായിരിക്കണം. ആളുകളെ ഇരുത്തുവിൻ. ഈ ബാലന്റെ കയ്യിലെ കൊണ്ടുപോകും. അപ്പൊ ഈ ബാലന്റെ കയ്യിൽ, അടുത്ത ധ്യാനം, ബാലന്റെ കയ്യിൽ എത്ര അപ്പം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 5 അപ്പം. ഈ 5 അപ്പം സാധാരണ ഒരു കൊച്ചു ചെറുക്കൻ 5 അപ്പം കൊണ്ടുവരാറില്ല. സാധാരണ യഹൂദ പുരുഷന്മാരുടെ ഒരു നേരത്തെ ആഹാരം 3 അപ്പം. തെളിവ് ഞാൻ തരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ്റെ ഒരു ഉപമ പറയും, മിഡ് നൈറ്റ് ഫ്രണ്ട്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ 3 സ്നേഹിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. 1 ഉറങ്ങാതിരുന്ന സ്നേഹിതൻ, 2 വിരുന്നു വന്ന സ്നേഹിതൻ, 3 ഉറങ്ങുന്ന സ്നേഹിതൻ. എന്താണ്? 1 ഉറങ്ങാതിരുന്ന സ്നേഹിതൻ, 1 വിരുന്നു വന്ന സ്നേഹിതൻ, 3 ഉറങ്ങുന്ന സ്നേഹിതൻ. ഒരു സ്നേഹിതൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. അവൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ നല്ലതുപോലെ വിശന്നിരിക്കുന്നു. പക്ഷേ അവന് വല്ലാത്ത സങ്കടം തോന്നി. ദൈവമേ, ഇവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പെട്ടെന്ന് അവനൊരാളെ ഓർത്തു, എനിക്കൊരു സ്നേഹിതനുണ്ട്. എന്താണ്? എനിക്കൊരു സ്നേഹിതനുണ്ട്. ഹല്ലേലൂയ, എനിക്കൊരു സ്നേഹിതനുണ്ട്. അവൻ്റെ അടുക്കലേക്ക് അവൻ രാത്രിയിൽ ഓടിച്ചെന്നിട്ട് അവനെ മുട്ടിക്കൊണ്ട് പറഞ്ഞു, സ്നേഹിത, കതകു തുറക്കൂ, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. എത്ര അപ്പം വായ്പ പറഞ്ഞു? 3 അപ്പം വായ്പ തരണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് നിർവാഹമില്ല. ഇയാൾ പോയോ? ഇയാൾ വീണ്ടും മുട്ടിക്കൊണ്ടേയിരുന്നു. ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ എഴുന്നേറ്റ് തരാൻ നിർവാഹമില്ല. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അപ്പോഴേ അവിടുന്ന് വിട്ടേനെ. പക്ഷെ ഈ മനുഷ്യൻ പോയില്ല, വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മുട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ. എന്തോ, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും പറയുന്നില്ല ഇവിടെ അപ്പമില്ലെന്ന്. അതിനു പകരം ഇവൻ പറയുന്നത് എന്തുവാ? എനിക്ക് എഴുന്നേക്കാം വയ്യ, പൈതങ്ങൾ കിടക്കുന്നു കാര്യമാ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ മനുഷ്യൻ അറിയാം, ഈ മനുഷ്യൻ എഴുന്നേറ്റാൽ, എൻ്റെ മുട്ടുകേട്ട് എഴുന്നേറ്റ് വന്നാൽ എനിക്ക് കിട്ടാവുന്നതിനപ്പുറം എനിക്ക് കിട്ടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മടുത്തു പോകാതെ ഈ രാത്രി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ സന്നിധിയിൽ ആവശ്യത്തിന് തരുന്നതായ ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി ആ സ്നേഹിതനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. എൻ്റെ അപ്പൻ പറയാ, മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ഇന്ന് രാത്രിയിൽ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യമുള്ള എൻ്റെ ദൈവജനമേ, ഞാൻ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥിക്കാൻ മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കണം. അവസാനം ഇവൻ മുട്ടുകെട്ട് സഹിക്കവയ്യാതെ അവൻ എഴുന്നേറ്റ്. എത്ര അപ്പം വായ്പ ചോദിച്ചത്? അത് തുറന്നപ്പോൾ കിട്ടിയതോ ഒരു കുട്ട നിറയ വേണ്ടുവോളം. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ, അവൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല. നീ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രസംഗമാണ് അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറയുന്നത്. ആ തളിർത്ത വടിയിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നീ പ്രാർത്ഥിക്കാതെ തന്നെ അപ്പുറം നൽകിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ ചോദിക്കുന്നതിനും അപ്പുറം എനിക്ക് നൽകിയതാ. ഞാൻ 3 അപ്പമാ ചോദിച്ചത്,
പക്ഷേ എനിക്ക് ലഭിച്ചത് ഒരു കുട്ട നിറയെ അപ്പം. ഇന്ന് രാത്രിയിൽ സ്തോത്രം പറയാൻ നമ്മൾ മടിക്കരുത്. കർത്താവേ, ഞാൻ ചോദിച്ചതിനപ്പുറമായി ദൈവം എന്നെ സമ്പന്നനാക്കി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ മനുഷ്യൻ, ഈ ബാലകൻ 5 അപ്പവുമായി കടന്നു വന്നിരിക്കുക. 5 അപ്പവും 2 മീനും 3 അവൻ്റെ കൂട്ടത്തിൽ വന്നൊരു വ്യാഖ്യാനം പറയുന്നത്, അവൻ്റെ കൂട്ടത്തിൽ വരുന്നവനെയും കൂടെ, ഒരു പുരുഷനെയും കൂടെ സന്ധിക്കുവാൻ അവൻ്റെ അമ്മ പൊതിഞ്ഞു കൊടുത്തതാണ് ഈ 5 അപ്പം. 3 അപ്പം നിൻ്റെ കൂടെ വരുന്നവനും, 2 അപ്പം നിനക്കും. നോട്ടെ, ഞാനത് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കുക. പക്ഷേ ഈ അപ്പത്തെക്കുറിച്ച് യോഹന്നാൻ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മറ്റു ഭാഗങ്ങളിൽ ഏതാണ് അപ്പമെന്ന് പറയുന്നില്ല. എന്നാൽ ഈ ഭാഗത്ത് പറയുന്നു ഇത് യവത്തപ്പമാണ്. എന്താണിത്? യവത്തപ്പമാണ്. ആ യവത്തപ്പത്തെക്കുറിച്ച് ഞാനത് വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി താഴോട്ട് വീണിട്ടുണ്ട്. കാരണം ഈ യവത്തപ്പം എന്ന് പറയുന്നത് കയ്പുള്ള ധാന്യമാ. സ്തോത്രം. ഈ യവമെന്ന് പറയുന്നത് കയ്പുള്ള ധ്യാനമാ. തീർന്നില്ല, കോവർ കഴുതയ്ക്കും കുതിരയ്ക്കും കൊടുക്കുന്ന ഭക്ഷണമാണ് യവമെന്ന് പറയുന്നത്. പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാണ് യവം. വിജാതിയരുടെ ഭക്ഷണമാണ് യവം. ആ പാവപ്പെട്ടവൻ്റെ കയ്പുള്ള ഭക്ഷണം അപ്പൻ്റെ കരങ്ങളിലോട്ട് എറിഞ്ഞു കയറിയപ്പോൾ അനേകരെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ, സ്നേഹിത, നീ ഇരിക്കുന്ന ഇടങ്ങളിൽ നീ ചെറുതല്ല, നീ വലുതാണ്. എൻ്റെ കർത്താവിനെ അറിയുന്ന ദൈവജനമേ, ഇന്ന് രാത്രി നിൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിന്നെ ദൈവം വിളിക്കുന്നത് ആരാണെന്ന് നോക്കിയല്ല, ആരാക്കാം എന്ന് നോക്കിയാണ്. ദൈവം നിന്നെ വിളിക്കുന്നത് നിന്റെ കുടുംബ മഹിമ കണ്ടിട്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കണ്ടിട്ടല്ല. മറിച്ച് എൻ്റെ അപ്പൻ പറയുന്നു, എൻ്റെ കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ ആരാക്കാം. ഹല്ലേലൂയ. നിന്നെ ഞാൻ വാലല്ല തലയാക്കാമെന്ന് അരുളി ചെയ്തവനായ കർത്താവ്. കയ്പുള്ള ധാന്യമാ. ഇത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാ. ഇത് കുതിരയ്ക്കും കോവർ കഴുതയ്ക്കും കൊടുക്കുന്ന ഭക്ഷണമാ. ഇത് ആർക്കും വേണ്ടാത്ത ഭക്ഷണം എൻ്റെ അപ്പൻ്റെ കരങ്ങളിലോട്ട് ചെന്ന് കയറിയപ്പോൾ അനേകര് രുചിയോടെ തിന്ന, ബാക്കി പറ, തൃപ്തരായി. ഇന്ന് രാത്രിയിൽ സ്നേഹിത, നിന്റെ മഹിമ കണ്ടിട്ടല്ല, നിന്റെ പാരമ്പര്യവും വിദ്യാഭ്യാസവും കണ്ടിട്ടല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. അനേകർക്ക് തൃപ്തി വരുത്തുവാനായിട്ടാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ഈ റാന്നിയുടെ പ്രദേശത്ത് രാജു സാർ ചെയ്യുന്ന ശുശ്രൂഷ, കർത്താവേ, ദൈവം നിന്റെ മകനെ തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷ ചേർന്നുമ്പോൾ അനേകർക്ക് തൃപ്തിയുടെ അനുഭവത്തിലേക്ക് ദൈവം ഈ കാലങ്ങളിൽ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രാർത്ഥനയെ എടുത്തുപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ 5 അവത്തപ്പമുണ്ടല്ലോ, തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ചെല്ലുക. ഞാൻ അവസാനിപ്പിക്കാൻ 5-6 മിനിറ്റിനകത്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. നിങ്ങൾ എന്നെ ഒന്ന് മുഖത്തോട്ട് നോക്കിയേ. ഈ യവത്തപ്പം തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ചെന്ന് കയറി. അവിടെ 3 കാര്യം നടന്നു. അവനതിനെ വാഴ്ത്തി. എന്തോന്നാ? വാഴ്ത്തി. വാഴ്ത്തിയാൽ അവൻ നുറുക്കും, നുറുക്കിയാൽ വിളമ്പും, വിളമ്പിയാൽ ശേഖരിക്കും. സ്തോത്രം. ശേഖരിച്ചു നിറയ്ക്കും. ഹല്ലേലൂയ. 1 വാഴ്ത്തും, 2 നുറുക്കും, 3 നുറുക്കിയാൽ നിറയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ പോലും. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ഈ വചനത്തെ ഞാൻ പറയുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ നുറുക്കാനായിട്ടാണ്. ചിലർക്ക് വലിയ ഇഷ്ടമാണ് ഈ വാഴ്ത്താൻ. എന്തോന്നാ? വാഴ്ത്താൻ. അയ്യോ കർത്താവേ, എന്നെ അങ്ങ് വാഴ്ത്തിക്കോ. അയ്യോ, വാഴ്ത്തിപ്പാടൽ ഭയങ്കരമാണ്. നമ്മുടെ ഈ കൺവെൻഷൻ മഹായോഗങ്ങളിൽ നമ്മൾ ചെന്നാൽ സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞൊരാളുണ്ട്. ലാലു സാറ് ഭംഗിയായിട്ട് അത് ചെയ്തു, ആരോടും പറഞ്ഞില്ല. അപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഈ വാഴ്ത്തിപ്പാടൽ കേട്ട് മടുത്ത് നമ്മുടെ ജിജിയച്ചനെ ഇരുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓർത്തോണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൺവെൻഷൻ്റെ പകുതി ഭാഗവും അടിച്ചുകൊണ്ട് പോകുന്ന ആരാ? പറ. ഈ എറണാകുളത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ നമ്മൾ ഒരാളെ വിളിച്ചുകൊണ്ട് വരും. ആ പാവപ്പെട്ടവന് കിട്ടുന്നത് 15 മിനിറ്റാണ്. ഈ വാഴ്ത്തിപ്പാടലുകാർക്ക് ഒരു 1.5 മണിക്കൂറും. വാഴ്ത്തിക്കോ വാഴ്ത്തിക്കോ, പക്ഷേ തമ്പുരാനെ എന്നെ നുറുക്കല്ലേ. വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നുറുക്കും. ഒരു ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അതിൻ്റെ അടുത്തൊരു പ്രയാസവും വരുന്നുണ്ടെന്ന്. ഒരു സ്തോത്രം പറഞ്ഞില്ല അതിനാ പറയേണ്ടത്. നിന്നെ ദൈവം ഒരു അനുഗ്രഹവും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അതിൻ്റെ പിന്നാലെ എന്തോ ഉണ്ട്, ഒരു പ്രതിസന്ധി ഉണ്ട്. സ്തോത്രം. ഇനി അടുത്ത ദൂത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോണം. ഞാൻ പറഞ്ഞല്ലോ, വാഴ്ത്തിയാൽ നുറുക്കും. ഇനി നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. വാഴ്ത്തിയ കൈ കൊണ്ടാണ് നുറുക്കുന്നത്. എന്തോന്നാ? വാഴ്ത്തിയ കൈ കൊണ്ടാണ് നുറുക്കുന്നത്. അപ്പം പേടിക്കേണ്ട കാര്യം, ഇത് ആരാ വാഴ്ത്തിയത്? അവൻ തന്നെയാണ് നമ്മളെ നുറുക്കുന്നത്. സ്തോത്രം.
കർത്താവേ, എന്നെ വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നീ നുറുക്കും. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, കാരണം എന്നെ വാഴ്ത്തിയ കൈ കൊണ്ടാ ദൈവം തമ്പുരാൻ എന്നെ നുറുക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനിവിടെ നിന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ ഇടത് കൈ ഉണ്ടല്ലോ, മുറിക്കുവാനായി ടേബിളിൽ എടുത്തു വെച്ചൊരു കൈയായത്. ദൈവസന്നിധിയിൽ എൻ്റെ കരം ഞാൻ ഉയർത്തുമ്പം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ വിദേശ രാജ്യത്തൊരു അപകടത്തിൽ എൻ്റെ കൈ, ഇടത് കൈയും ഇടത് കാലും ചതഞ്ഞെറിഞ്ഞ് തമ്പ്രമായി പോയതാ. ഒരു പോളിത്തീൻ കവറിൽ വാരിക്കെട്ടിക്കൊണ്ടുപോയ കൈയായത്. മുറിക്കാനായി ടേബിളിൽ എടുത്തു വെച്ച കൈയായത്. എന്ത് ചെയ്യണം? ഒറ്റക്കയ്യനായി ഭവനത്തിലേക്ക് മടങ്ങി വരണമേ എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളിൽ ടേബിളിൽ മുറിക്കാനായി എടുത്തു വെച്ച കയ്യെ എൻ്റെ അപ്പൻ റാന്നിയിൽ കൊണ്ടുപോയി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ വാഴ്ത്തുന്ന നുറുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, എൻ്റെ വാഴ്ത്തിയ കരം കൊണ്ടാ എൻ്റെ അപ്പൻ എന്നെ നുറുക്കിയത്. ഈ രാത്രി സ്നേഹിത, നിന്നെ വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു നുറുക്കലുണ്ട്. ആ നുറുക്കൽ നിന്നെ തകർക്കാനല്ല, കാരണം ഇത് വാഴ്ത്തിയ കൈകൊണ്ട് തന്നെ നുറുക്കിയത്. തീർന്നില്ല. നുറുക്കിയെന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ നിറയ്ക്കാനാ. നുറുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ നിറയ്ക്കാനാ. നിറച്ചില്ലേ? നോക്ക്, നിന്റെ ജീവിതത്തിൽ നീ എവിടെങ്കിലും നുറുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും നീ നാണം കെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും നീ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ നിന്നെ മാനിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി എൻ്റെ സ്നേഹിതരെ, ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ റാന്നിയുടെ പ്രദേശത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. മോനെ, നിന്റെ ജീവിതത്തിൽ നിന്നെ നുറുക്കിയപ്പോൾ നിനക്ക് വേദനിച്ചു, പക്ഷേ നിന്നെ ഞാൻ നിറയ്ക്കാനായിട്ടാണ്. നിറച്ച് ഞാൻ കൊണ്ടുപോകാനല്ല, അത് വിളമ്പാനാ. അമ്മാമേ, നിറച്ചതെന്തിനാണെന്നറിയാമോ? അത് വിളമ്പാനാ. ഈ രാത്രിയിൽ എൻ്റെ അവസാന ഭാഗത്തേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കുക. ഈ രാത്രി ഞാൻ പറയുന്നത് അവസാന ദൂതിലേക്ക് വരുമ്പം തമ്പുരാൻ പറഞ്ഞു, വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. അവസാനം നമ്മുടെ ശിഷ്യന്മാർ വീണ്ടും അടുത്തു വന്നു. എന്താ വന്നതെന്നറിയാമോ? കർത്താവേ, എല്ലാം തീർന്നു. അപ്പോൾ തമ്പുരാൻ ചോദിച്ചു, ഇനി എന്താ പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. എന്താ ഒരു പ്രശ്നമുണ്ട്. കാരണം അധികം വന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞൊരു വാക്കിന്ന് അവസാനത്തെ വാക്കാ. നിങ്ങളിന്ന് രാത്രി ആ ദൂത് കേട്ടിട്ടുണ്ടോ? നിങ്ങളിന്ന് വീട്ടിലോട്ട് പോകാൻ. അതെനിക്ക് ഹൃദയഭാരത്തോടെ ഞാൻ ആ ദൂത് പറയാൻ പോകുന്നത്. എനിക്ക് കണ്ണുനീരോടെ ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ആ ദൂത് പറയുന്നത്. ശേഖരിപ്പീൻ. എന്താ പറഞ്ഞത്? നഷ്ടമായി പോകാതെ ശേഖരിപ്പീൻ. അതെന്തിനാ തമ്പുരാൻ അങ്ങനെ പറഞ്ഞത്? ശേഖരിക്കാൻ പറഞ്ഞത് എന്താ? ഇനി നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. പ്രാർത്ഥിച്ചവനും ഉപവസിച്ചവനും അറിയത്തുള്ളൂ ഇതിൻ്റെ വേദന, അല്ലാത്തവൻ അറിയത്തില്ല. നമ്മളൊക്കെ ശേഖരിച്ചു വെച്ചത്, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു മേടിച്ചത് നമ്മുടെ മക്കളിപ്പോൾ തകർത്ത് കളയുക. സ്തോത്രം പറയുന്നില്ല. കണ്ടോ? നമ്മളൊക്കെ ശേഖരിച്ചു വെച്ചത്, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു വാങ്ങിച്ചത്, നമ്മളൊക്കെ കണ്ണുനീരൊഴുക്കി വാങ്ങിച്ചതൊക്കെ നമ്മുടെ മക്കളൊക്കെ അന്യാധീനപ്പെട്ട് കളയുക, ചവിട്ടിക്കളയുക. ഒരു ഉത്തരവാദിത്വമില്ലാതെ ഈ വരുന്ന തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ലാതെ വികലമായി കൊണ്ടിരിക്കുക. സ്തോത്രം. എവിടെ നമ്മുടെ ജോമോൻ? നമ്മുടെ ജോമോളൊക്കെ എന്തിയേ? ഒരൊറ്റ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, ഒരൊറ്റ കൺവെൻഷൻ യോഗങ്ങളിൽ, ഒരൊറ്റ യൗവനക്കാരുമില്ല. എവിടെ അവരൊക്കെ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവരാത്ത ശുശ്രൂഷ, കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ വരുന്നില്ല, നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ ഓർത്തുകൊള്ളുക, നമ്മളൊക്കെ ഇങ്ങനെയായിത്തീരാൻ നമ്മുടെ അപ്പന്മാർ എത്രയോ പ്രാവശ്യം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തലമുറകൾക്ക് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മടുത്തു പോകാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അത് ശേഖരിക്കപ്പെടണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവനും ഉപവസിച്ചവനെ ഇതിൻ്റെ വേദന അറിയത്തുള്ളൂ, അല്ലാത്തവനും അറിയത്തില്ല. കുഞ്ഞുങ്ങൾ വല്ലാതെ വികലമായ ഈ കാലഘട്ടങ്ങളിൽ ശേഖരിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴയ്ക്ക് മുമ്പ് തെങ്ങിന് തടം തുറക്കുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ?
എന്തൊരു തടവാ? തടം, വലിയ തടം തുറക്കും. എന്താ തടം തുറക്കുന്നതിൻ്റെ കാരണം? എന്തിനാണ്? മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും മറ്റിടത്തോട്ട് പോകാതെ ഈ തെങ്ങിൻ്റെ തടത്തിൽ തന്നെ നിൽക്കണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? മുകളിൽ നിന്ന് മഴ പെയ്യുന്നുണ്ട്. പ്രശ്നം ഉള്ള വെള്ളമെല്ലാം ഇതിലേക്കൂടെ ഒലിച്ച് അയൽവക്കക്കാരുടെ പുരയിടത്തിൽ കൂടെ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വാഴ്ത്തുന്നത് നുറുക്കുവാനാണ്, നുറുക്കുന്നത് നിറയ്ക്കുവാനാണ്, നിറയ്ക്കുന്നത് ശേഖരിക്കുവാനായിട്ടാണ്. ഇതാണ് എൻ്റെ ദൂത്. വാഴ്ത്തുന്നത് നുറുക്കുവാനാണ്, നുറുക്കുന്നത് നിറയ്ക്കുവാനാണ്, നിറയ്ക്കുന്നത് ശേഖരിക്കപ്പെടുവാനാണ്. ഹല്ലേലൂയ. വാഴ്ത്തിയ കൈകൊണ്ടാണ് നുറുക്കുന്നത് എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം. ഈ രാത്രി നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടച്ചാട്ട്, ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്. കർത്താവേ, ഞങ്ങളുടെ പക്കൽ എന്തുള്ളൂ എന്നുള്ളൊരു ചോദ്യം ഞങ്ങളെ ഇന്ന് രാത്രിയിൽ വെല്ലുവിളിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കരങ്ങളിലോട്ട് സമർപ്പിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലാത്തതിനെ ചൊല്ലി കഴിഞ്ഞ കാലങ്ങളിൽ വേവലാതിപ്പെട്ടപ്പോൾ നമുക്കുള്ളതിനെ ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി നീ സമർപ്പിക്കുമ്പോൾ അതിനെ അനുഗ്രഹിച്ച് തൃപ്തിപ്പെടുത്തി മടക്കി അയക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ കർത്താവേ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നല്ലോ കർത്താവേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന അത്ഭുതം അനേകരെ തൃപ്തിപ്പെടുത്തി മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശപ്പിനെ അകറ്റുന്നൊരു ദൈവം, ഞങ്ങൾ കൊണ്ടുവന്ന സങ്കടങ്ങളെ മാറ്റിത്തരുന്നൊരു ദൈവം അവിടുന്ന് ഇറങ്ങി വരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ചതിനായി ഒരു നന്ദി പറയാ. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ ഈ രാത്രി തമ്പുരാൻ പറയുക, മക്കളെ, നിങ്ങളെ ഞാൻ പലവട്ടം പല പ്രാവശ്യം നുറുക്കുന്നത്, കഠിനമായ നുറുക്കലിലൂടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് നിന്നെ നിറയ്ക്കുവാനായിട്ടാ, അത് ശേഖരിക്കപ്പെടുവാനായിട്ടാ, അത് വഴിത്തലക്കൽ പട്ടുപോകാനല്ല. നാം പ്രാർത്ഥിച്ചതും അനുഗ്രഹിച്ചതും വാങ്ങിച്ചതുമൊക്കെ വഴിത്തലക്കൽ ചവിട്ടിമതിക്കപ്പെടുവാനല്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ, അത് വഴിയിൽ പട്ടുപോകാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വലത് കരം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ട്. ഈ രാത്രിയിൽ തമ്പുരാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ. ഹൃദയം നുറുങ്ങി നിങ്ങൾ വന്നതാ, ഭാരപ്പെട്ട് നിങ്ങൾ വന്നതാ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിന് നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കും നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദേന. കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. അതെ, ഇന്ന് രാത്രികാലം ദൈവാസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടയട്ടെ. കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മോടെ കേൾപ്പിച്ച അത്ഭുതകരമായ ദൂതനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മൾ ഒരുപാട് ഇല്ലായ്മകളിലൂടെ അവൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉള്ളത് അവൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ തനിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് രാത്രികാലം നമ്മോടുകൂടെ ഉണ്ടെന്ന് കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിനാൽ ചിലപ്പോൾ ആമേൻ നുറുക്കപ്പെടാം. ഹല്ലേലൂയ. ആമേൻ. ആ നുറുക്കുന്ന കൈ കൊണ്ട് തന്നെ അവനതിനെ പണിയുന്ന ദൈവം
ദൈവം തന്നെയാകയാൽ ഈ രാത്രി അവൻ്റെ കരങ്ങളിലോട്ട് നമ്മെ ഒന്ന് സമർപ്പിക്കാം. കർത്താവെ, ഹൃദ്യമായി നീ ഞങ്ങൾ ഇടപെട്ടതിനായിട്ട് സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ഇല്ലായ്മകൾ ഓർത്ത് ഞങ്ങൾ ദൈവസനിലേക്ക് ആമേൻ പറയുന്നവരാ. എന്ത് ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾ ആലോചന ആമേൻ ചോദിക്കേണ്ട സാഹചര്യങ്ങൾ മാറി നിൽക്കുന്നവരാ, സംശയിക്കുന്നവരാ. എന്നാൽ ഇന്ന് രാത്രികാലം ഉള്ളത് കൊണ്ടുവരുമ്പോൾ, അതിനെ അവിടുത്തെ കരങ്ങളിൽ തരുമ്പോൾ, അവൻ അങ്ങ് വാഴ്ത്തുമ്പോൾ, നുറുക്കുമ്പോൾ, ഹല്ലേലൂയ, ശേഖരിക്കേണ്ടതിനെ ശേഖരിക്കുവാൻ തക്കണം ദൈവത്തിന് ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. രാത്രികളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവെ, പലപ്പോഴും വേണ്ടതുപോലെ നുറുക്കപ്പെടാൻ നിന്നു കൊടുക്കാതെ കണ്ട് മാറിപ്പോയ കുറവുകൾ രാത്രി അടിയങ്ങളോട് ക്ഷമിക്കണമെന്ന് ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ സംസാരിച്ച പ്രിയ മകനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ ശക്തിയോടെ അനേകിടങ്ങളിൽ നിൽപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഒരു ഗാനത്തിൻ്റെ അടികൾ ആമേൻ പാടുമ്പോൾ ആ ഗാനത്തെ